നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻഖറിന്റെ രാജി തികച്ചും അപ്രതീക്ഷിതമായി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിൽ അദ്ദേഹത്തെ ഡൽഹിയിലെ എയിംസിൽ 4 ദിവസത്തെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നതാണ്. ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം വൈകാതെ തന്നെ ഓഫീസിലേക്ക് തിരികെയും എത്തിയിരുന്നു. ആരോഗ്യത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് പറഞ്ഞ 74-കാരനായ ധൻഖർ ചികിത്സ തുടരുകയാണെന്നും വ്യക്തമാക്കി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ചേർന്ന് നടത്തിയ ഒരു ചർച്ചയ്ക്ക് പിന്നാലെയാണ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി. രാജിക്ക് പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കപ്പുറം ചില കാരണങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 3 വർഷത്തോളമാണ് രാജ്യസഭാ അധ്യക്ഷനായി ധൻഖർ സേവനമനുഷ്ഠിച്ചത്. ജൂലൈ 23-ന് ജയ്പൂരിലേക്ക് നടത്തുന്ന തന്റെ ഔദ്യോഗിക യാത്രയെക്കുറിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 50-ലധികം എംപിമാർ ഒപ്പിട്ട കത്ത് ലഭിച്ചതായി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച രാജ്യസഭയെ അറിയിച്ചിരുന്നു. രാജ്യസഭയിൽ ലഭിച്ച കത്ത് പ്രതിപക്ഷ എംപിമാർ മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. അതിനാൽ ഈ നീക്കം കേന്ദ്ര സർക്കാരിന് അറിവുണ്ടായിരുന്നില്ല. തുടർന്ന് വിഷയത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. വൈകിട്ട് 4 മണി വരെ അദ്ദേഹം സഭ നിയന്ത്രിച്ചിരുന്നു. തുടർന്ന് വളരെ അപ്രതീക്ഷിതമായി രാഷ്ട്രപതി ഭവനിലെത്തിയ ഉപരാഷ്ട്രപതി മുൻകൂർ അനുമതിയില്ലാതെ രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിലെ നിരവധി നേതാക്കളുമായി ധൻഖറിന് അടുപ്പമുള്ളതായി അടുത്തിടെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച വൈസ് പ്രസിഡന്റ് എൻക്ലേവിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കാണുകയും ഞായറാഴ്ച അരവിന്ദ് കെജ്രിവാളിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതി തടയുന്നതിനായി NJC പോലുള്ള ഒരു സ്ഥാപനം തിരികെ കൊണ്ടുവരണമെന്ന് ധൻഖർ വാദിച്ചിരുന്നു. എന്നാൽ ഇതിനെ സർക്കാർ പിന്തുണച്ചില്ല. 1951-ൽ രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ ജാട്ട് സമുദായത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജഗ്ദീപ് ധൻഖറിന്റെ ജനനം. 1979-ൽ അദ്ദേഹം രാജസ്ഥാൻ ബാറിൽ ചേർന്നു. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായി സുപ്രീം കോടതിയിലും വിവിധ ഹൈക്കോടതികളിലും പ്രാക്ടീസ് ചെയ്തു. രാജസ്ഥാൻ ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1990-കളിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത്. ജനതാദളിനൊപ്പമാണ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം. ജുൻജുനുവിൽ നിന്ന് ലോക്സഭാ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദ്രശേഖർ സർക്കാരിന്റെ കാലത്ത് പാർലമെന്ററി കാര്യ സഹമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2003-ൽ അദ്ദേഹം BJP-യിലാണ് ചേർന്നത്. 2019-ൽ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിതനായി. ഇതിന് പിന്നാലെ മമതാ ബാനർജി സർക്കാരുമായി ചില തർക്കങ്ങളും ഉണ്ടാവുകയും ചെയ്തു. 2022-ൽ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായാണ് ജഗ്ദീപ് ധൻഖർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2022 ഓഗസ്റ്റ് 11-ന് അദ്ദേഹം സത്യപ്രതിജ്ഞയും ചെയ്തു. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ഉറച്ച നിലപാടുകളുടെ പേരിൽ അദ്ദേഹം പേരുകേട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. 2024 ഡിസംബറിൽ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രമേയവും അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ ധൻഖർ കടുത്ത നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ തനിക്ക് വേദന തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. ധൻഖർ രാജിവെച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ഇനി കേന്ദ്ര സർക്കാരിനാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകളും ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളും നടക്കുന്ന പാർലമെന്റിലെ പ്രധാനപ്പെട്ട മൺസൂൺ സമ്മേളനമാണ് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ധൻഖർ രാജിവെച്ചതും വലിയ ചർച്ചയായി. മൺസൂൺ സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായ ഹരിവംശ് സഭയെ നിയമിക്കും. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന തീയതിയും സമയവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ അറിയിക്കും. രഹസ്യ ബാലറ്റും ആനുപാതിക സംവിധാനവും ഉപയോഗിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുക. അടുത്ത ഉപരാഷ്ട്രപതിയായി കേന്ദ്ര സർക്കാർ ആരെ തിരഞ്ഞെടുക്കുമെന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്.